നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക. എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വിഷയം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് ഈ 2024 ഏപ്രിൽ മാസത്തിലെ വിഷുഫലങ്ങൾ എങ്ങനെയായിരിക്കും എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് വിശദീകരിക്കുന്നത്. ഇവിടെ ആദിത്യൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് 10ലും 11ലുമായിട്ടും, എന്നാൽ 11ൽ തന്നെ വ്യാഴനും സഞ്ചരിക്കുന്നതിനാൽ കർമ്മരംഗം അല്ലെങ്കിൽ തൊഴിൽ മണ്ഡലം പൊതുവെ വളരെ ഗുണകരവും ഉന്മേഷകരവുമായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അതിന് എത്രമാത്രം തന്നെ കഠിനമാണെങ്കിലും അതൊക്കെ ഭംഗിയായി നിറവേറ്റുന്നതുമായിരിക്കും. കൂടാതെ ഉദ്യോഗ പദവിയിലെ ഉയർച്ച, ശമ്പള വർധനവ്, ബിസിനസ്സിലുള്ള ഉയർച്ച എന്നീ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകുന്ന ഒരു സമയം കൂടിയായിരിക്കും 2024 ഏപ്രിൽ മാസം എന്നുള്ളത്. ഇപ്പോൾ നിലവിൽ വ്യാപാര രംഗത്ത് കുറച്ച് താഴ്ചകൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറി ഉയർച്ചകൾ ഉണ്ടാകുന്നതായിരിക്കും. ശുക്രൻ്റെ രാശിസ്ഥിതി ഉച്ചസ്ഥിതിയിൽ വരുന്നതിനാൽ ഭൗതികമായ പുരോഗതിയും ആഡംബര ജീവിതത്തിനും സാധ്യത കാണുന്നുണ്ട്. അതായത് വില കൂടിയ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുവാനും ആഡംബര സാധനങ്ങൾ വാങ്ങിക്കുവാനും ഒക്കെ സാധിക്കുന്നൊരു സമയമാണ്. സർക്കാർ തലങ്ങളിൽ നിന്നും ലഭിക്കേണ്ടതായിട്ടുള്ള രേഖകൾ അല്ലെങ്കിൽ ഏതെങ്കിലും സംരംഭം തുടങ്ങുന്നതിനേക്കായിട്ടുള്ള അപേക്ഷകൾ വച്ചിട്ടുള്ള കാര്യങ്ങൾക്കായിട്ടുള്ള അനുമതി പത്രങ്ങൾ എന്നിവയൊക്കെ ജാതകനിൽ വന്നു ചേരുന്നതാണ്, തടസ്സങ്ങളൊന്നും കൂടാതെ. ഗാർഹിക ജീവിതത്തിലൊക്കെ അല്പം അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായെന്ന് വരാം. വൃദ്ധജനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധയുണ്ടായിരിക്കണം. ഈ സമയത്ത് മാതാപിതാക്കളുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധയുണ്ടായിരിക്കണം. സന്താനങ്ങളുടെ പഠന കാര്യങ്ങളിലും അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ജീവിത രീതിയിലുമെല്ലാം ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. കറക്റ്റായിട്ട് അവരെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരെയും, ഒരുപാട് നാളായി വിശ്വാസപൂർവ്വം കൂടെ നിൽക്കുന്നവരെയും, ആത്മാർത്ഥത കാണിച്ച് കൂടെ സഹകരിക്കുന്നവരെയും അവഗണിക്കാതിരിക്കുവാൻ ശ്രമിക്കുക. ചില സമയത്ത് അങ്ങനെ സംഭവിക്കാം, അതവർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കാം എന്ന് കൊണ്ട് തന്നെയാണ് അവരെ അവഗണിക്കാതിരിക്കുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സാഹചര്യവും അവരുടെ ആ മനസ്സും ആ സമയത്തെ മനസ്സും കൂടി അറിഞ്ഞ് പെരുമാറുന്നതായിരിക്കും നല്ലത്. അത് ജാതകർക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുവാനുള്ള കാരണമാകും. അതുവഴിയൊക്കെ ഉപരിപഠനത്തോട് അനുബന്ധമായിട്ട് തന്നെ ഉദ്യോഗം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഉപരിപഠനത്തിന് പോയിട്ട് അതുവഴി അതേ സ്ഥലത്ത് ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. തൊഴിൽ രംഗത്ത് നിലവിലുള്ള സംവിധാനങ്ങളുടെ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളിലുള്ള പാകപ്പിഴകൾ അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ള രീതികളൊക്കെ പരിഹരിച്ച് പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കുവാൻ കഴിയുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് നിയുക്ത പദവിയിൽ തന്നെ സ്ഥാനക്കയറ്റവും സ്ഥലം മാറ്റവുമൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. ശുഭകരമായ കർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും ആത്മാർത്ഥതയോടെ സഹകരിക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ജാതകനിൽ വന്നു ചേരും. ഇനി വരുന്ന നാളുകളിൽ ജോലിഭാരം വർദ്ധിക്കുന്നതിനാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ നിയമിക്കുവാൻ തയ്യാറാകും. സന്താനലബ്ധി ആഗ്രഹിക്കുന്നവർക്ക്, കുറേ നാളുകളായി സന്താനലബ്ധി ആഗ്രഹിക്കുന്നവർക്ക്
ആ കാര്യം യാഥാർത്ഥ്യമാകുവാനുള്ളൊരു സമയം കൂടിയാണിത്. പദ്ധതികൾ സമർപ്പിക്കുന്നതിലൂടെ ഓരോ കരാർ കാര്യങ്ങൾ, പദ്ധതികൾ എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ അങ്ങനെ സമർപ്പിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായ പ്രതികരണങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ്. കൂടാതെ ശാസ്ത്ര പരീക്ഷണങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ജാതകർക്ക് വലിയ പ്രശസ്തിയും വിജയവും വന്നു ചേരുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ മാസത്തിൽ ആദ്യ വാരം കഴിയുന്നതോടെ ഉന്മേഷവും പരീക്ഷകളിൽ ഉന്നത വിജയവും ഉണ്ടാകും എന്നതാണ്. പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജാതകരുടെ മുന്നിൽ വരും. ആ സമയത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക യുക്തിപൂർവം. രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജാതകർക്ക് പ്രാദേശികമായ പിന്തുണ നല്ല രീതിയിലുള്ള പിന്തുണകൾ ലഭിക്കുന്നതിലൂടെ കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിലൊക്കെ വിജയിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അവഗണിക്കപ്പെട്ട ചില വിഷയങ്ങൾ വീണ്ടും പരിഗണനയിൽ കൊണ്ടുവരുന്നതാണ്. വേണ്ട എന്ന് മാറ്റിവെച്ചു, ഇതിപ്പോൾ ചെയ്യണ്ട, മാറ്റി വച്ചു, അത് അങ്ങ് കളഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ നേരത്തെ കണക്ക് കൂട്ടി വച്ചിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് പരിഗണിച്ചാൽ കൊള്ളാമല്ലോ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് അതിനെ വിജയത്തിലോട്ട് എത്തിക്കുവാൻ സാധിക്കുന്നതാണ്. ആയതിനാൽ അതിൽ നിന്നും ആശ്വാസം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ കടമായി കൊടുത്ത ധനം തിരികെ ലഭിക്കുന്നതായിരിക്കും. വിദേശത്ത് വസിക്കുന്ന സന്താനങ്ങളെയോ മറ്റ് ബന്ധുജനങ്ങളോടോ ഒക്കെ അവരെ കാണുവാനൊക്കെ വിദേശയാത്ര അനിവാര്യമായി വരികയും അവരുമായിട്ടുള്ള ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുവാനൊക്കെ ഉള്ളൊരു യോഗവും ഈ സമയത്ത് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുന്നതാണ്. തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ കൂടുതലായിട്ട് വേണ്ടത് ഏകാഗ്രതയാണ്. ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ പ്രവൃത്തികൾ ചെയ്യുന്നത് വ്യക്തിത്വത്തിനും സമയത്തിനുമെല്ലാം അത് വിഘ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അതായത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊന്ന് ചിന്തിക്കരുത്. പ്രാർത്ഥനയുടെ കൂടെ തന്നെ ജോലിയുടെ കാര്യവും അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുടെ കാര്യവും ചിന്തിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് അവിടെ ബലമില്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. അതാണ് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അതുപോലുള്ള ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിൽ വച്ച് നടത്തുന്നത് അത് അരോചകം സൃഷ്ടിക്കുമെന്നുള്ളതാണ്. മറ്റുള്ളവർക്കും അരോചകം സൃഷ്ടിക്കും എന്നതാണ് സത്യം. അപ്പോൾ ഈ രീതിയിലാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് 2024 ഏപ്രിൽ മാസത്തിൽ വിഷുഫലം സാധ്യമാകുന്നത് എന്ന് പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവയെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ഈശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.